ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ പറയുക, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു അവിടുത്തെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന്. മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ആത്മാവബോധമാണ് ഇത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, എൻ്റെ മേൽ ഉണ്ട്, ഉണ്ടാകൂന്നല്ല ഉണ്ട്. നമുക്ക് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ പ്രത്യേകമാം വിധം ഉണ്ടാകണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:2 നമ്മൾ കാണുന്നുണ്ട്, എഫേസോസിൽ ശിഷ്യന്മാർ ചെല്ലുമ്പോൾ അവിടെയുള്ള മനുഷ്യർ പറയുക, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഒന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന്. ചിലപ്പോൾ നമ്മളും അങ്ങനെയാണ്. നമ്മൾ ദൃഢമായി വിശ്വസിക്കണം, എന്നിൽ ആത്മാവുണ്ട്, എന്നിൽ ആത്മാവുണ്ട്, എൻ്റെ ആത്മാവിനെ പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ അനുവദിക്കണം, ഞാൻ വിളിക്കണം, ഞാൻ ക്ഷണിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചുമുള്ള അജ്ഞതയുമാണ് നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദൈവം മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് ഒട്ടും എഫേസുസിലെ ജനങ്ങളെ പോലെ, അവിടുത്തെ മനുഷ്യർ പരിശുദ്ധാത്മാവിനെ അറിയാത്തതുപോലെ നമ്മൾ അറിയുന്നേയില്ല. ഒന്ന് ഉജ്ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, കരങ്ങളുയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവേ, എന്നെ എപ്പോഴും നയിക്കുവാൻ കാത്തു നിൽക്കുന്ന ആത്മാവേ, എന്നെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കണമേ. എനിക്ക് ഈ ആത്മീയ ആ സന്തോഷം, ആനന്ദം, ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊന്ന് ജ്വലിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമ്മൾ ജ്വലിക്കുന്നത്? ആര് പൂർണ്ണമായിട്ട് ആ പ്രവർത്തനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുവോ, ആരാണോ സമർപ്പിക്കുന്നത്, അവർക്കിത് താനേ തൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ മനസ്സിലാവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു അവബോധം, എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, എന്നിൽ പ്രവർത്തിക്കാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഞാൻ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യണം, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കണം. പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. പരിശുദ്ധാത്മാവെ, നീയാണ് ഇനി എന്നെ നയിക്കുന്നത്, പരിപാലിക്കുന്നത്. ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കൊതിച്ചേ ഈ വരദാനങ്ങൾക്ക് വേണ്ടി. ഈ അപ്പസ്തോലന്മാർ ലോകത്തെ കീഴ്മേൽ മറിച്ചതുപോലെ ഈശോ പറഞ്ഞു,
ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സുവിശേഷ പ്രഘോഷണ തീഷ്ണത ആത്മാവ് നമുക്ക് തരില്ലേ? സുവിശേഷ പ്രഘോഷണ തീഷ്ണതയുണ്ടോ നമ്മുടെ മനസ്സിൽ? ഈ മൈക്കും ടി വിയും അല്ലാതെ വചനം പ്രഘോഷിക്കാൻ നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ ദൈവം തരുന്നു. ബന്ധിതർക്ക് മോചനവും, അന്തർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, മുറിവേറ്റ അനേക ജീവിതങ്ങളോട് തോൾ ചേർന്ന് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമ്മളെ ശക്തമായി ഉപയോഗിക്കട്ടെ. വരദാനങ്ങളുടെ സമൃദ്ധിയിൽ ലോകത്തെ കീഴ്മേൽ മറിച്ച അപ്പസ്തോലന്മാരെ പിന്തുടർന്നുകൊണ്ട് നമുക്കും ഈ പന്തക്കുസ്താ നാളിൽ നന്നായി പ്രാർത്ഥിക്കാം. എന്നെ ശക്തമായൊരു ഉപകരണമാക്കണമേ എന്ന് ആരോടും ചോദിക്കാൻ പോകേണ്ട. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മാവ് നമ്മളിൽ നിറങ്ങി നിൽക്കുന്നുണ്ട്. ആത്മാവ് നമ്മളിലുണ്ട്. ഈ അവബോധം നമുക്ക് വേണം. സാത്താൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളിത് മറന്നു പോകട്ടെ എന്നോ, നമ്മൾ മറന്നു പോകട്ടെ എന്നോ, ലോകാരൂപിയാൽ നമ്മൾ നയിക്കപ്പെടട്ടെ എന്നോ, മനുഷ്യാരൂപിയാൽ നയിക്കപ്പെടട്ടെ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓർക്കുക, ഞാൻ ആത്മാവ് വസിക്കുന്ന ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കും. ഓ പരിശുദ്ധാത്മാവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, എന്നെ വഴി നടത്തണമേ, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ. ആമേൻ. വീണ്ടും പെന്തക്കുസ്താ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.